ഇത് CB350RSൻ്റെ ഒരു ഷോർട്ട് ടേം റിവ്യൂ ആണ്. ഏകദേശം 1 month ആയി. അപ്പം ഇതെടുക്കാനുള്ള റീസണും പിന്നെ ഇത് മുമ്പ് കൺസിഡർ ചെയ്ത വേറെ ഓപ്ഷൻസൊക്കെ അയാൾ ഡിസ്കസ് ചെയ്യുക. ഒരു ഭയങ്കര ഷോർട്ട് വീഡിയോ ആണ്. അപ്പം ഈ സെക്കൻഡ് വണ്ടി എടുക്കാനുള്ള തോട്ട് വരാൻ മെയിൻ കാരണം ഹണ്ടറാണ്. അത് ഓടിച്ചപ്പോൾ അത് ഫ്രണ്ടിൻ്റെ അത് ഓടിക്കാൻ ചാൻസ് കിട്ടി. ഇറ്റ് വാസ് വെരി ഗുഡ്. സോ അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ബൈക്ക് റൈറ്റ് നൗ ആഫ്റ്റർ 10 years. ഇപ്പം എൻ്റെ ഹോണറ്റ് ഏകദേശം 10 years മുകളിലായി. അപ്പം ഇപ്പോഴത്തെ കറണ്ട് വണ്ടികൾ എങ്ങനെയാണ് ഡുവൽ ABS അതിൻ്റെ ഒരു ബെറ്റർ ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ എൻ്റെ ബൈക്ക് വാസ് വെരി ഗുഡ് ഇൻ ബ്രേക്കിംഗ് ഹോണറ്റ് അറ്റ് ദാറ്റ് ടൈം. 276mm ഡിസ്കിൽ ഉണ്ടായിരുന്നു ആ ടൈമിലൊരു. അതും നോട്ട് എൻ എക്സ്പെൻസീവ് ബൈക്ക്, ഒരു ഡീസൻറ്റ് ഒരു ആവറേജ് കോസ്റ്റ് ബൈക്കായിരുന്നു. പിന്നെ റെട്രോ റോഡ്സ്റ്റേഴ്സ് എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. എനിക്ക് പണ്ട് ഈ ട്രയംഫിൻ്റെ ബോണേവൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഡ്രീം ബൈക്കായിരുന്നു ബോണേവൽ. അപ്പം ആ ഒരു ഡിസൈൻ, ആ ഒരു സ്റ്റൈലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ ഒരു ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾസ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻസിലേക്ക് എത്തിയത്. ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിൽ അങ്ങനത്തെ ഒരു വെഹിക്കിൾസ് ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്കൊന്ന് റീസെൻറ്റ് ട്രെൻഡായി മാറി പണ്ട് ഇപ്പോൾ SUV എന്ന് പറയുന്നത് ഒരുപാട് പേര് ആ ഒരു ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്യണം. സോ ഞാൻ കൺസിഡർ ചെയ്ത ഓപ്ഷൻസ് ആർ ലൈക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ, പിന്നെ ട്രയംഫിൻ്റെ T4, പിന്നെ 400, പിന്നെ XSR 155, റോണിൻ, പിന്നെ അതായിരുന്നു. ഇതൊരുപാട് വണ്ടി കൺസിഡർ ചെയ്തിട്ടാണ് ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺസ് ഞാൻ പറയാം. ഇത് ചൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് റീസൺ ഇസ് എൻജിൻ. കാരണം എനിക്ക് ഐ എം എ പേഴ്സൺ ഹു പ്രിഫേഴ്സ് എൻജിൻ മോർ ദാൻ ഫീച്ചേഴ്സ്. സോ അപ്പോൾ അതിൻ്റെ നല്ല റിഫൈൻഡ് എൻജിനാണ്, മിനിമം വൈബ്രേഷൻസ് ഈവൻ അറ്റ് എ വെരി ഗുഡ് സ്പീഡ്, പിന്നെ മിനിമം ഹീറ്റിംഗ്, ദെൻ വാട്ട് എൽസ്, സ്മൂത്ത് ഗിയർ ഷിഫ്റ്റ്, പിന്നെ ലൈക്ക് എന്താ പറയുക ഡീസൻറ്റ് പെർഫോമൻസ്. ഡീസൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് പെർഫോമൻസ് പ്ലസ് ഗുഡ് മൈലേജ്. 35 ആണ് ക്ലെയിം ചെയ്ത്, 35 to 40, ബട്ട് ഐ സീൻ പീപ്പിൾ ഗെറ്റിംഗ് ഓവർ 40-45, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല, ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല. സോ ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് ദാറ്റ് മൈലേജ്. സോ അതും ലൈക്ക് ഐ എം ഗെറ്റിംഗ് ഫ്രം ദ റിയൽ വേൾഡ് യൂസേഴ്സ്, അല്ലാതെ മറ്റേ കമ്പനി ക്ലെയിം ചെയ്യുന്ന 35 ആണ്. ദാറ്റ് ഇസ് സ്റ്റിൽ ഡീസൻറ്റ്. 350cc ആ ഒരു മൈലേജ് കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നെഗറ്റീവ്സ് ഉണ്ട്, അല്ലാതെ പെർഫെക്റ്റ് ബൈക്കൊന്നുമല്ല. ഇത് സിറ്റി റൈഡിങ്ങിന് കംഫർട്ടബിൾ, കാരണം ഇത് ടോൾ ഗിയറിംഗ് ആണ്. യു ഷുഡ് കീപ്പ് ഓൺ സ്വിച്ചിങ് ഗിയേഴ്സ്. അത്ര ലേസി ആയിട്ട് ഓടിച്ചുകൊണ്ടാൻ പറ്റില്ല ഈ മറ്റേ ഹണ്ടറൊക്കെ പോലെ. കുറച്ച് ഗിയർ ഷിഫ്റ്റ് വേണം. പിന്നെ ലോങ് വീൽ ബേസ് ആണ്. മറ്റേ ഹെയർ പിന്നൊക്കെ എടുക്കുമ്പോൾ എത്രയും സൂക്ഷിച്ചെടുക്കണം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ത്രോ കുറച്ച് കുറവാണ്. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. പിന്നെ ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് വരുന്ന മഡ് ഗാർഡ്സൊക്കെ അത്ര ചെറുതാണ്. RS മാത്രം. മറ്റേ നോർമൽ വെഹിക്കിൾസ് ഇറ്റ്സ് ഫൈൻ. നോർമൽ വേരിയൻറ്റിന് CBR ഹൈനസും 350 ഇറ്റ്സ് ഓക്കെ. ഇതിൻ്റെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എൻജിൻ ഇത്തിരി ഡസ്റ്റ് മറ്റേ ചെളിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഓഫ് റോഡിങ് പോകുന്ന സമയത്ത്. അതൊക്കെയാണ് ഞാൻ ഫീൽ ചെയ്ത നെഗറ്റീവ്സ് ഓഫ് ദിസ് ബൈക്ക്. പിന്നെ ഇത് അത്ര ചീപ്പായിട്ടുള്ള വണ്ടിയല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഹണ്ടർ ആണെങ്കിൽ ഇറ്റ്സ് ലെസ് ദാൻ 2 lakhs സ്റ്റാർട്ടിംഗ് ബേസ് വേരിയൻറ്റ്. ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ 2.1 വരുള്ളൂ. ഇതിൻ്റെത് ഞാനിപ്പോൾ എടുത്തത് പ്രോ വേരിയൻ്റ് ആണ്, 2.64 lakhs. അതിപ്പം ബേസ് വേരിയൻ്റ് ആണെങ്കിൽ പോലും 2.61 ആ പ്രൈസ് വരും. ബാംഗ്ലൂർ പ്രൈസിങ് ആണ്, അത് സിറ്റിയുടെ ഒന്നും. സോ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡലാണ്. ഞാനിപ്പോൾ എക്സ്ട്രാ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്ത് 2.75 ആയി. ഈ നക്കിൾ ഗാർഡ്, എക്സ്റ്റൻഡഡ് മഡ് ഗാർഡ്, പിന്നെ മൊബൈൽ ചാർജറൊക്കെ കൂടെ ആഡ് ചെയ്തു. പിന്നെ എനിക്കിപ്പോൾ കിട്ടുന്ന മൈലേജ് ആവറേജ് 28 ആണ്, സിറ്റി ആൻഡ് ഹൈവേ കമ്പൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. റെസ്റ്റ് ഇനിയിപ്പോൾ ലോങ് ടേം റിവ്യൂ ഇടുന്നതായിരിക്കും ആഫ്റ്റർ ഫസ്റ്റ് സർവീസ് ഒരു 6 months കഴിയുമ്പോൾ. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.